നമ്മളിപ്പോൾ വളരെ ക്രൂരനായ ഒരു ഗ്രഹമായിട്ടാണ് ശനിയെ കാണുന്നത്. ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രോക്സിമേറ്റ് ഒരു 50 വർഷത്തിന് മുകളിൽ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി വരും. ഇപ്പോഴും ഒരു വ്യക്തിയുടെ ഫസ്റ്റ് നോക്കേണ്ടത് മഹാദശയാണ്. ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി ഇതൊന്നും അല്ല വലിയ ഭീകരകാര്യം. മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായി ജീവിച്ചാൽ മതി ആദ്യം. അതാണ് ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അതായത് ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ശനിദോഷം ബാധിക്കില്ല. നമ്മുടെ നാട്ടിലെ യോഗിവര്യന്മാരൊന്നും ഈ പറയപ്പെടുന്ന ആത്മീയ തലത്തിൽ ഉയർന്നവരാണെന്ന് പറയാൻ പറ്റില്ല. അവർ നാളുകളിൽ ചിന്തിച്ച് കോളേജുകൾ പണിത് കൂട്ടുന്നു, ആശ്രമങ്ങൾ പണിത് കൂട്ടുന്നു, ഹോസ്പിറ്റലുകൾ പണിത് കൂട്ടുന്നു. അവർ ഇന്നത്തെ ഇതിൽ ജീവിക്കുന്നവരല്ല. അല്ല, ഓരോ ഇന്നുകളും ശരിയാക്കുക എന്നുള്ളതാണ്. അവർ ഓരോ ഇന്നുകളും ആയിരിക്കും ശരിയാക്കുന്ന. ഓരോ ഇന്നുകളും ശരിയാക്കിയാൽ ഓരോ ഇന്നലകളും ഓരോ നാളുകളും ശരിയാവും. മോഹൻലാൽ സുന്ദരനല്ല അല്ല പറയുന്നത്, മോഹൻലാലിനേക്കാൾ സുന്ദരന്മാരായ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. മോഹൻലാൽ തന്നെ പറഞ്ഞ മറ്റൊരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാനിപ്പോൾ ഒന്നിനെയും ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെനിക്ക് കിട്ടും. അപ്പൊ അവിടെ ഒരു മറുപടി ഉണ്ട് പ്രേക്ഷകർക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അത് ഓരോ ഇന്നുകളും അദ്ദേഹം ശരിയാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാം യൂണിവേഴ്സ് കൊടുത്തത്. അപ്പൊ എന്താണ് ശനിദോഷം? ശനി എന്ന് പറയുന്നത് വളരെ നീതിയും ന്യായബോധവും ഉള്ള ഒരു ഗ്രഹമാണ്. നമ്മളിപ്പോൾ വളരെ ക്രൂരനായ ഒരു ഗ്രഹമായിട്ടാണ് ശനിയെ കാണുന്നത്. അതായത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ജനറൽ പ്രഡിക്ഷൻസ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കൊടുക്കുന്ന ജനറൽ പ്രഡിക്ഷൻസ് ഇല്ലേ, അതായത് അറ്റ് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ട് കൊടുക്കുന്ന ജനറൽ പ്രഡിക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പം ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് വെച്ചിട്ട് എല്ലാവരും ഇത് കണ്ടിട്ടോ, അയ്യോ കണ്ടക ശനിയാണ്, എനിക്കിപ്പോൾ ശനിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊരു അവർക്ക് എന്താണെന്നുള്ള ഒരു ബോധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. അതായത് ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രോക്സിമേറ്റ് ഒരു 50 വർഷത്തിന് മുകളിൽ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി വരും. അതൊരു പ്രശ്നകാരിയായ കാലഘട്ടമല്ല. അതേസമയം അവരുടെ മഹാദശാ കാലഘട്ടം എപ്പോഴും ഒരു വ്യക്തിയുടെ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് മഹാദശയാണ്. മഹാദശാ കാലഘട്ടം, ഇപ്പോൾ വ്യാഴദശാ കാലഘട്ടം, വളരെ നല്ല ഒരു വ്യാഴദശാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ശുക്രദശാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളിനെ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി ഒന്നും ബാധിക്കത്തില്ല, വലിയ തീക്ഷ്ണമായിട്ടൊന്നും ബാധിക്കത്തില്ല. അടുത്ത് ഈ ശനിയുടെ മഹാദശാ കാലഘട്ടം, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 19 വർഷമുള്ള ശനിയുടെ മഹാദശ, അല്ലാതെ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി ഇതൊന്നും അല്ല വലിയ ഭീകരകാര്യം. ഏഴര ശനിയൊന്നും അല്ല വലിയ ഭീകരമായിട്ട്. ഇത് നമ്മുടെ മനസ്സിനകത്ത് ഇപ്പം ഒരു കാട്ടിൽ കൂടെ പോവുകയാണ്, അവിടെ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് നടന്നു നോക്കിയേ, നല്ല ഭയം ഉണ്ടാവും ഇല്ലേ? അത് മനസ്സിൻ്റെ ഭയമാണ് പകുതി മുക്കാലും. ആ ഭയം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഏഴര ശനിയിലൂടെ നടന്നു പോയി നോക്കി, പ്രശ്നം ഉണ്ടാവില്ല. ആദ്യം മനസ്സിനെ, അവനവൻ്റെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ, അതിനുശേഷമാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അടുത്ത കാര്യം, ഈ മഹാദശ, ശനിയുടെ മഹാദശാ കാലഘട്ടത്തിൽ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി കാലഘട്ടങ്ങൾ ദോഷമാണ്. രാഹുവിൻ്റെ മഹാദശാ കാലഘട്ടത്തിൽ, കേതുവിൻ്റെ മഹാദശാ കാലഘട്ടത്തിലൊക്കെ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി ദോഷമാണ്. അല്ലാതെ ഇപ്പോൾ ശുഭഗ്രഹങ്ങളുടെ മഹാദശാ കാലഘട്ടങ്ങളിൽ ഏഴര ശനി, കണ്ടക ശനി, അഷ്ടമ ശനി എന്ന ദോഷകാരികളല്ല. ഇത് ദോഷകാരികളായി നിൽക്കുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? അത് മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായി ജീവിച്ചാൽ മതി ആദ്യം. അതാണ് ശരിക്കും അതാണ് ചെയ്യേണ്ടത്. നമുക്ക് കരുണ, ദയ, സഹാനുഭൂതി, അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ. ഞാൻ കുവൈറ്റിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ഏതൊരു ഫ്ലാറ്റിന് താഴെയായാലും ഏതൊരു ഗ്രൗണ്ടിലായാലും തേന, കുബൂസ്, വെള്ളം അവിടെയുള്ള പ്രാവിനും പക്ഷികൾക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാ? എല്ലാ ജീവജാലങ്ങളോടുമുള്ള സഹാനുഭൂതിയാണ്. അതുകൊണ്ടാണ് കാക്കയ്ക്ക് തീറ്റ കൊടുക്കാൻ പറയുന്നത്. അതെപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോ അല്ലേ? അല്ലാതെ ചിന്തിക്കോ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം? ശനിദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മള് ശ്രീനിവാസ പൈസാർ പറയുന്നതുകൊണ്ട് പല ശനിയാഴ്ച ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോഴോ നമുക്ക് ദോഷം വരുമ്പോഴോ അല്ലേ കാക്കയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ജീവജാലങ്ങളെ കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിട്ട് കൊടുക്കും ഭക്ഷണം, അല്ലെങ്കിൽ കൂട്ടിനകത്ത് അടച്ചിട്ട് കൊടുക്കും ഭക്ഷണം. അല്ലാതെ ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള എത്ര ആൾക്കാർക്ക് ബോധമുണ്ട്? ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇതിലൊന്നും ഫുഡിന് കുറവില്ല. സർക്കാർ സ്കൂളിൽ അധികം വരുന്ന കഞ്ഞിയും തോടൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ ഖത്തറിലും യു എയിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവർക്ക് കൊടുക്കണം. അങ്ങനെയല്ല, നമുക്ക് ആ ഒരു സഹാനുഭൂതി ഉണ്ടാവണം.
ഫസ്റ്റ്. തമാശ പറഞ്ഞാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ ഒരു കുറ്റബോധം മനസ്സിൽ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മറ്റ് ജീവജാലങ്ങളെയും നമ്മളെ പോലെ കരുതി സംരക്ഷിച്ചാൽ ശനിദോഷം മാറുമെന്നാണ് പറയുന്നത്. എല്ലാത്തിനോടും കരുണ ഉണ്ടായാൽ ശനിദോഷം മാറും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സത്യസന്ധമായി പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ശനിദോഷം ബാധിക്കില്ല. വളരെ നല്ലതായിട്ട് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാൻ ശരി മാത്രമാണ് ചെയ്യുന്നത്. ഇന്നലത്തെ ശരി ഇന്നത്തെ തെറ്റായിരിക്കാം. ഓ, ഇല്ലേ? വേറൊരാളുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മുടെ ശരികൾ നമ്മൾ പലതും ഇന്നലത്തെ ശരികൾ ഇന്നത്തെ തെറ്റ്, ഇന്നലത്തെ തെറ്റുകൾ ഇന്നത്തെ ശരിയും ആയിരിക്കാം, ഇല്ലേ? യൂണിവേഴ്സിന് ഒരു ശരി തെറ്റുണ്ട്. ആ ശരി തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ശരിയായ വിധത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ശനിദോഷം ബാധിക്കില്ല. ശനി എന്ന് പറഞ്ഞൊരു കാർമിക് പ്ലാനറ്റാണ്, അതൊരു യോഗി പ്ലാനറ്റാണ്. നമ്മൾ കർമ്മം ചെയ്യുക നന്നായിട്ട്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി പ്രസക്തി കൊടുക്കുക, ആത്മീയമായ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായ അവനവൻ്റെ കർമ്മം എന്ന ജോലി മാത്രമല്ല, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതുപോലെ കാഴ്ചപ്പാടുകൾ ശരിയായ വിധത്തിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക്, ആത്മീയമായ ഒരു അംശം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന അതായത് ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ശനിദോഷം ബാധിക്കില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് ആത്മീയത എന്നൊരു ചോദ്യം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, യോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മീയത എന്ന് അവർ തിരിച്ചു ചോദിക്കും. ആ ചോദ്യം നമ്മൾ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെ. അതായത് നമ്മളിപ്പം ഈ ആത്മീയത എന്ന് വെച്ചപ്പം ഞാൻ പറഞ്ഞല്ലോ, ഭക്തി മൂത്ത പ്രശ്നമാണ്, സ്നേഹം മൂത്ത പ്രശ്നമാണ്, അല്ലേ? സന്തോഷം മൂത്താലും പ്രശ്നമാണ്, എന്തു മൂത്താലും പ്രശ്നമാണ്. ഇതെല്ലാം ബാലൻസ്ഡ് കണ്ടീഷനിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായ ഒരു അംശമുണ്ട്. ഇത് ബാലൻസ്ഡ് ആക്കുക. പലരും നാളത്തെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലതപ്പെടും, ഇന്നത്തെ നിമിഷത്തെ ചിന്തിക്കോ? ഇന്നത്തെ നിമിഷത്തിലല്ല ജീവിക്കുന്ന പലരും നാളത്തെക്കുറിച്ചും ഇന്നലത്തെക്കുറിച്ചും ആലോചിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ യോഗീവര്യന്മാരൊന്നും ഈ പറയപ്പെടുന്ന ആത്മീയ തലത്തിൽ ഉയർന്നവരാണെന്ന് പറയാൻ പറ്റില്ല. അവർ നാളുകളിൽ ചിന്തിച്ച് കോളേജുകൾ പണിത് കൂട്ടുന്നു, ആശ്രമങ്ങൾ പണിത് കൂട്ടുന്നു, ഹോസ്പിറ്റലുകൾ പണിത് കൂട്ടുന്നു. അവർ ഇന്നത്തെ ഇതിൽ ജീവിക്കുന്നവരല്ല. അല്ല, ഓരോ ഇന്നുകളും ശരിയാക്കുക എന്നുള്ളതാണ്. അവർ ഓരോ ഇന്നുകളും ആയിരിക്കും ശരിയാക്കുന്നത്. ഓരോ ഇന്നുകളും ശരിയാക്കിയാൽ ഓരോ ഇന്നലകളും ഓരോ നാളുകളും ശരിയാവും. അവർ നാളുകളിലേക്ക് കരുതി വെക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഹൻലാൽ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു വൈഫ് പറയാണ്, അദ്ദേഹം ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. അത് ഭയങ്കര ഒരു ടച്ചിങ്, ഒരുപാട് അർത്ഥതലമുള്ളൊരു വാക്കാണ്. ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ആ ഓരോ ഇന്നത്തെ നിമിഷങ്ങളെ ആസ്വദിച്ച് ജീവിക്കാൻ നിൽക്കുവാണെങ്കിൽ ഓരോ ഇന്നലകളും ആസ്വാദ്യകരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു മറുപടി ഉണ്ട് പ്രേക്ഷകർക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അത് ഓരോ ഇന്നുകളും അദ്ദേഹം ശരിയാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാം യൂണിവേഴ്സ് കൊടുത്തത്. എല്ലാം ആസ്വദിച്ച് അത് ഒട്ടും ഒന്ന് ചിന്തിച്ചു നോക്കെ, അദ്ദേഹം ഒട്ടും ഉറപ്പില്ലാത്തൊരു മേഖലയിലോട്ടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് സുന്ദരന്മാരായ, മോഹൻലാൽ സുന്ദരനല്ല അല്ല എന്ന് പറയുന്നത്, അതിനേക്കാൾ സുന്ദരന്മാരായ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, ഇല്ലേ? ഒരുപാട് കോമ്പറ്റീഷനെ പറ്റി ചിന്തിക്കാൻ, ഉത്കണ്ഠപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ മോഹൻലാലിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വളരെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഓരോ അന്നെടുക്കുന്ന ഓരോ ടാസ്കുകളും കൃത്യമായി പൂർത്തീകരിച്ചത് കൊണ്ടാണ് മോഹൻലാൽ ഇന്ന് മോഹൻലാലായിട്ട് നിൽക്കുന്നത്. ജന്മസിദ്ധമായ കുറേ കഴിവുകൾ കൂടിയില്ലേ? ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പുള്ളിയുടെ സക്സസ്. എല്ലാവർക്കും ജന്മസിദ്ധമായി ഓരോ കഴിവുകളുണ്ടായിരിക്കും, അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് സക്സസ് ഇരിക്കുന്നത്. എല്ലാവർക്കും മോഹൻലാലാവാൻ പറ്റില്ല. അല്ല, അവനവൻ്റെതായ രീതിയിൽ കഴിവ് തെളിയിക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും മോഹൻലാലായാലും ഈ ലോകത്ത് എല്ലാ തരത്തിലുള്ള കഴിവുകളുള്ളവരും ആവശ്യമല്ലേ? ഇതേ മോഹൻലാൽ തന്നെ പറഞ്ഞ മറ്റൊരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാനിപ്പോൾ ഒന്നിനെയും ഞാൻ ആഗ്രഹിക്കാറില്ല, കാരണം ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെനിക്ക് കിട്ടും. അത് വളരെ കോൺഫിഡൻറ്റോട് കോട്ട് ചെയ്യുന്നൊരു വാചകമാണ്. ഞാൻ ഇപ്പോൾ ഒന്നും ആഗ്രഹിക്കാറില്ല, കാരണം അത് ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടും. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ അതായത് നമുക്കെല്ലാവർക്കും ബ്രഷ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകാറുണ്ടോ? കുളിക്കാൻ സമയമില്ല എന്നാൽ വാഷ്റൂമിൽ പോകാൻ സമയമില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്റേഷൻ. പുള്ളി അതിന് പ്രസക്തി കൊടുക്കുന്ന ഒരാളായതുകൊണ്ടാണ് നമുക്ക് പലതും അത്ഭുതമായിട്ട് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് സമയമില്ല, അതിന് സമയമില്ല എന്ന് പറയും.
ആ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്ന പല ആളുകൾ, ഇപ്പോൾ അവിടെയാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. സ്പോർട്സ്, പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വെള്ളിത്തിരയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വിജയ് കാണാൻ വന്നത്. വിജയുടെ രാഷ്ട്രീയം കാണാൻ വന്നവരൊന്നും അല്ല, വിജയ് എന്ന് പറയുന്ന നടനെ കാണാൻ വന്നവരാണ്. കുറേ പേര് മരണപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടു. പക്ഷെ പലരുടെയും, പല സിനിമാ താരങ്ങളുടെയും പിന്നാമ്പുറ കഥകളിൽ ഒക്കെ പോകുമ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ വീഡിയോ എടുക്കാൻ പോകുന്ന പല ആളുകളും പറയും അവിടെയെല്ലാം ഉപാസനാമൂർത്തികളുണ്ടാവും. ഇപ്പോൾ ചിലരുടെ വീട്ടിൽ ചാത്തനാണെങ്കിൽ ചിലരുടെ വീട്ടിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ദേവിയാകാം, ഭഗവാനാകാം, ആരെങ്കിലുമൊക്കെ ആകാം. വരാഹി ദേവിയൊക്കെ ഉപാസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപാസനാമൂർത്തികളുടെ ഒരു പ്രസക്തി എന്തുമാത്രമാണ് ഈ ആത്മീയ ജീവിതത്തിൽ? അതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ യൂണിവേഴ്സുമായിട്ടാണ് കൂടുതൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ, എനിക്ക് കൃഷ്ണനെ വിഷ്ണുവിനെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു പോയാലും ഞാൻ വിഷ്ണുവിലോട്ടും പത്മനാഭസ്വാമിയിലോട്ടും തന്നെ വരുള്ളൂ. തിരുവനന്തപുരത്തിന്റെ ഒരു രക്തത്തിന്റെ അത് ആണോന്നറിയില്ല, പക്ഷേ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് ചോദിച്ചാൽ എവിടെ ചെന്നാലും എനിക്ക് ഗണപതിയായിട്ടാണ് കണക്ട്. ഞാൻ കൊട്ടാരക്കാരനാണ്. എവിടെ ചെന്നാലും ഇപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും പോകണമെന്ന് എറണാകുളത്ത് ഞാൻ എനിക്ക് എൻ്റെ ഓഫീസിനടുത്താണെങ്കിൽ ആലുവ മഹാദേവ ക്ഷേത്രമുണ്ട്. എൻ്റെ വീടിന് ഞാൻ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് കടവന്ത്ര ദേവി ക്ഷേത്രമുണ്ട്. എങ്കിലും എനിക്ക് കൂടുതൽ മനസ്സമാധാനം കിട്ടുക ഇടപ്പള്ളി മഹാഗണപതിയെ കാണാൻ ചെല്ലുമ്പോഴാണ്. കാരണം ഈ കൊട്ടാരക്കര ഉണ്ണി ഗണപതിയായിട്ടുള്ള കണക്ഷൻ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു രക്തത്തിന്റെയും നമ്മൾ കൊണ്ട ശ്വാസത്തിന്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് നമുക്ക് അതിനൊരു മൈൻഡ് റിലാക്സേഷൻ കിട്ടുന്നത്. പിന്നെ കൂടുതലും ഞാൻ ഈ റേക്കി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സൽ എനർജി ആയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതൊരു പർട്ടിക്കുലർ ഒരു ഉപാസന സമ്പ്രദായം എനിക്കില്ല. കൂടുതലും ആ യൂണിവേഴ്സുമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. യൂണിവേഴ്സായിട്ട് എനിക്കൊരു തീരുമാനങ്ങൾ എടുക്കുമ്പം അതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എനിക്ക് യൂണിവേഴ്സുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ എനിക്ക് കിട്ടാറുണ്ട്, ആൻസർ കിട്ടാറുണ്ട്. അതിന് പറയുമ്പോൾ എനിക്ക് വട്ടാണെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെയല്ല. അല്ല, അത് സ്വാഭാവികമായിട്ട് റേക്കിയെ പറ്റി നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പം റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാൻ വിളിക്കുന്ന പല ആളുകൾ ഇതെങ്ങനെയാണ് സാർ സാധ്യമാകുന്നത്? ഒരാളൊരു ഫോണിൻ്റെ അങ്ങേ തലക്കിലിരിക്കുന്നു, മറ്റേ ഇങ്ങേ തലക്കിലിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരുടെ എനർജിയെ എങ്ങനെ ഹീൽ ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും.